ആദ്യമായിട്ട് എഴുതുന്നത് ശാന്തപൊട്ടാണ് ലാൽ ജോസിന് വേണ്ടി. ലാൽ ജോസിൻ്റെ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഒരു മാനസിക തലമുണ്ടല്ലോ, അത് ഒരേ പാതയിലൂടെ പോകുന്ന ഒരു രണ്ട് പാതകൾ, റെയിൽവേ പാളയില്ലേ, അതുപോലെ അങ്ങനത്തെ എനിക്ക് തോന്നുന്നു. എനിക്ക് പാട്ട് പറഞ്ഞു തരുമ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. അതേപോലെ ഞാൻ എഴുതി കൊടുക്കുമ്പോൾ അത് പൂർണ്ണമായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. ഒരു പാട്ട് മാത്രമേ എനിക്ക് രണ്ടാമത് എഴുതിയിട്ട് വന്നിട്ടുള്ളൂ ലാൽ ജോസിന് വേണ്ടിയിട്ട്. ഇത്രയും ഇപ്പോൾ 7 പടം ചെയ്തു ഞങ്ങൾ. ഒരു പാട്ട് മാത്രമേ എനിക്ക് രണ്ടാമത് അത് പോരാ ശരത്തെ എന്ന് പറയേണ്ടി വന്നു. ബാക്കി എല്ലാ പാട്ടുകളും ഒരു തവണ മാത്രമേ എഴുതിയിട്ടുള്ളൂ. കാര്യം എനിക്ക് പറഞ്ഞു തരുന്നതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ഒരു പാട്ടിനെ വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു ആളാണ്. നമ്മൾ പാട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതിനെ എന്താ പറയുക, ചിത്രീകരിച്ച് അതിൻ്റെ എല്ലാ സൗന്ദര്യവും ആ പാട്ടിനെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു ഇഷ്ടം കൂടെ ഉണ്ട്. അല്ലാണ്ട് വെറുതെ നമ്മളെ കൊണ്ട് നല്ലൊരു പാട്ട് എഴുതിയിട്ട് അങ്ങനെ കളയുകയല്ലേ, വെറുതെ കളയില്ല. അത് എന്താണ് നമ്മൾ ഉദ്ദേശിച്ചത്, നമുക്ക് വേണ്ടി നമ്മളിൽ നിന്ന് എങ്ങനെ എന്ത് പിഴിഞ്ഞെടുക്കാം എന്ന് കൃത്യമായിട്ട് അത് എടുത്തിട്ടേ നമ്മളെ വിടുകയുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ആത്മാർത്ഥത. അപ്പോൾ അത് കാരണം ഈ ചെയ്യുന്ന പാട്ടല്ലേ, ഇപ്പോൾ ഞാനിപ്പോൾ എല്ലാ പടം നമ്മളിപ്പോൾ 7ാമത്തെ പടം 7 പടത്തിലെ പാട്ടുകളും ശ്രദ്ധിക്കപ്പെട്ട പാട്ടുകളാണ് ഞാൻ ചെയ്തത് ലാൽ ജോസ്. അത് ലാൽ ജോസിൻ്റെ തന്നെ ഒരു പ്രത്യേകതയാണ്. അങ്ങേർക്ക് വേണ്ടത് നമ്മളിൽ നിന്ന് മേടിച്ചിരിക്കുക. എന്നിരുന്നല്ല ഏത് പാട്ട് എഴുതുന്നത് അദ്ദേഹം വേണ്ടത് മേടിച്ചിരിക്കുന്നു. ഇതിനകത്ത് 6 പേരാണ് ഞങ്ങൾ എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് എനിക്ക് തന്നിരിക്കുന്ന ഒരു ഗസൽ മൂടുള്ളൊരു പാട്ടാണ്. അതായത് മനസ്സിൻ തിങ്കളെ, മധുവിൻ തുള്ളിയെ, മലരിൻ പൈതലെ, കനിവകലും കാലമോ നിൻ ബാല്യം. പിന്നെ വിക്രമൻ എന്നുള്ള ആ കഥാപാത്രത്തിൻ്റെ നല്ലൊരു കുഞ്ഞായിട്ട് ജനിക്കുന്നു, നമ്മളെല്ലാം നിഷ്കളങ്കരായിട്ട് യേശുമാരായിട്ട് ജനിക്കും, കാലം നമ്മളെ യൂദാസാകും എന്ന് പറഞ്ഞ അച്ഛൻ്റെ ഒരു കവിതയുണ്ട്. അതുപോലെയാണ് ഇത് നല്ലൊരു കുഞ്ഞായിരുന്നു. പക്ഷേ വീടിൻ്റെ അന്തരീക്ഷമൊക്കെ അങ്ങനെ സ്നേഹം കിട്ടാണ്ടായി, അങ്ങനെ അകന്നകന്ന് ആ നല്ല കുഞ്ഞ് ചീത്ത കൂട്ടുകെട്ട് ചെയ്ത് വീഴുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു 12ാം വയസ്സ് വരെയുള്ള ബാല്യകാലം. അതാണ് കനിവകലും കാലമോ നിൻ ബാല്യം, വിളറും നിൻമുഖം വീണ്ടും വിടരുവാൻ വിധി എഴുതി വിസമ്മതം. അപ്പോൾ ഒരിക്കലും നന്നാകാനായിട്ട് പിന്നെ വിധി, അതാണ് എൻ്റെ ആ വരികൾ പോകുന്നത്. അപ്പോൾ അതാണ് എൻ്റെ സിറ്റുവേഷൻ. അതെ, ബിജിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ എനിക്കത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഭാഷയെ ഇഷ്ടപ്പെടുന്ന സംഗീത സംവിധായകനാണ്, ഭാഷ അറിയാവുന്ന സംഗീത സംവിധായകനാണ്, വായനയുള്ള ആൾ. അപ്പോൾ അത് കാരണം അതുകൊണ്ടാണ് ബിജിയുടെ പാട്ടുകൾ ഇത്രയും നന്നായി വരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ എഴുത്തുകാരൻ ഞാനാണെങ്കിൽ കൂടിയും ചില വാക്കുകൾ ബിജി ഇങ്ങോട്ട് പറഞ്ഞു തരും, ചേട്ടാ നമുക്ക് ആ വാക്ക് വെച്ചാലോ. അത് വളരെ വലിയൊരു കാര്യം. അത് അത്രയും അതുകൊണ്ടാണ് പാട്ട് തന്നത്. ബിജിക്ക് പറഞ്ഞ ഭാഷ അറിയാവുന്നതുകൊണ്ട്, ഭാഷയെ സ്നേഹിക്കുന്നവനായതുകൊണ്ട് ബിജിയുടെ സംഗീതവും ഈ ഭാഷയ്ക്ക് അനുയോജ്യമായി പോവുകയും ചെയ്യും. അത് ഈ ഒരു കാലഘട്ടത്തിൽ അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇപ്പോൾ വരുന്ന മിക്കവാറും സംഗീത സംവിധായകർക്ക് ഭാഷ അറിയില്ല. അതിൻ്റേതായ ബുദ്ധിമുട്ട് എഴുത്തുകാരുണ്ടാവുകയും ചെയ്യും. ഇങ്ങനെ വെറുതെ വെട്ടി തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ഉണ്ടാക്കി വയ്ക്കാന്നല്ലാണ്ട് ഒരു ഭാവനയിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. ഒരു ടെക്നോളജി എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയില്ല, അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. പിന്നെ ജോലിയുടെ ഭാഗമാണ് ഏതും ചെയ്തേ മതിയാവുള്ളൂ. വരും, തീർച്ചയായിട്ടും വരും. അതുമാത്രമല്ല, ആകപ്പാടെ കുറച്ച് വാക്കുകൾ 2 ഇഷ്ടം മലയാളത്തിലുള്ളൂ. ആ വാക്കുകൾ ആവർത്തിക്കപ്പെടും. അത് തന്നെ ഒരു വലിയതല്ലേ. ഒരേ വാക്ക് വായോ നീ വാ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന അവസ്ഥയുണ്ടല്ലോ. അതൊക്കെ അങ്ങനെയൊക്കെ കൊണ്ട് നിർത്തേണ്ടി വരും. നമുക്ക് തമിഴിൻ്റെ ഏറ്റവും വലിയ ഗുണം വെച്ചാൽ തമിഴിൻ്റെ സംസാര ഭാഷ വരെ പാട്ടാക്കാം. അത്രയും ലളിതമായ ഒരു ഭാഷയത്. നമുക്ക് സംസ്കൃതമായിട്ടാണ് കൂടുതൽ അടുപ്പം. മലയാളത്തിൻ്റെ വാക്കുകൾക്കെല്ലാം ഗാംഭീര്യം ഉള്ള, അതുകൊണ്ടാണ് ഈ നമ്മുടെ കർണാടക സംഗീതത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഈ പാട്ട് ചിട്ടപ്പെടുത്തുമ്പോൾ അതിനൊരു പഴയ കാലത്തെ പാട്ടിൻ്റെ ഗുണം കിട്ടില്ലേ. അത് ആ വാക്കിൻ്റെ ഗാംഭീര്യവും ഇതിൻ്റെ ഒരു പിൻബലവും കൂടെ ഉണ്ടാകുമ്പം ഈ ഭാഷയ്ക്ക് മറ്റ് ഭാഷയോട് ഇത്രയും പൊരുത്തപ്പെട്ട് പോകാൻ പറ്റില്ല. തമിഴിന് പറ്റും. തമിഴിൽ ഇംഗ്ലീഷും മിക്സ് ചെയ്താലും രസമായിട്ടേ വരുള്ളൂ. പക്ഷേ മലയാളത്തിൽ വരുമ്പോഴത്തേക്ക് വളരെ പ്രയാസം വരുന്നുണ്ട്. വളരെ അപൂർവം പാട്ട്. ഇപ്പോൾ അച്ഛൻ്റെ തന്നെ ജമന്തി പൂക്കൾ, ജനുവരിയുടെ മുടി നിറയെ, ജനുവരി അവിടെ ഒരു ഇംഗ്ലീഷ് വാക്കായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഗിരീഷിൻ്റെ ജൂണിലെ നിലാമഴയിൽ, ആ ജൂൺ ഒരു ഇംഗ്ലീഷായിട്ട് തോന്നുന്നില്ല. അങ്ങനെ ചില പാട്ടുകളുണ്ട്. അല്ലാത്തതൊക്കെ ഇത് വല്ലാണ്ട് ഏച്ച് കിട്ടി നമ്മൾ മുഴച്ചിരിക്കുന്ന പോലെ ഇരിക്കും. നശിപ്പിക്കലുമുണ്ട്, നശിക്കലുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഭാഷയോടുള്ള ഒരു അവഗണന തന്നെയാണ് എനിക്ക് തോന്നുന്നു കേട്ടോ. ഭാഷയെ നോക്കി പോവുകയാണെങ്കിൽ ഇപ്പം നല്ല നമുക്ക് സംവിധായകർ തന്നെ, ഇപ്പോൾ ലാൽ ജോസ് ആണെങ്കിൽ, രഞ്ജിത്ത് ആണെങ്കിൽ, സത്യനന്ദിക്കാട്, കമൽ സാറ്, ഇവരൊക്കെ വായിക്കുന്നവരാണ്. വായനാശീലമുള്ള ടെക്നോളജിയുടെ മാത്രം പുറകെ പോകുന്നവരല്ല. ഇപ്പോൾ ടെക്നോളജിയുടെ പുറകെ മാത്രം പോകുന്നവർക്കാണ് ഇങ്ങനെയുള്ള കാര്യത്തിൽ ഒരു വൈകല്യം ഉണ്ടാകുന്നത്. അപ്പോൾ അവർക്ക് വേറെ ചിന്തയില്ല. അവരെങ്ങനെ വിഷ്വലി ചെയ്യണം, അല്ലെങ്കിൽ എന്തായിരിക്കണം അതിൻ്റെ ക്യാമറയുടെ ഫ്രെയിം, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത്. അല്ലാണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അവർ തലയിടില്ല. അങ്ങനെ വരുമ്പോൾ നമുക്കോട് ഒന്നും ചെയ്യാനില്ല. ഒരു പ്രണയഗാനം എഴുതി തരും എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതി കൊടുക്കും? എന്തെങ്കിലും കാരണമൊക്കെ അതിനകത്തുണ്ടെങ്കിൽ, ഇപ്പം കൂട്ടിമുട്ടിയ കണ്ണുകയിലുണ്ടോ കഴിഞ്ഞ പുള്ളിപ്പുലികൾ, അത് രസമായിട്ട് പറഞ്ഞു. ഒരു 2 പേരും കൂടെ ബോട്ടിൽ നിന്ന് എടുത്ത് ചാടി ഒരു രാത്രിയിൽ തണുപ്പത്ത് മിന്നാമിനുങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ പരസ്പരം ആഗ്രഹിക്കുകയാണ് 2 പേരും ഒന്ന് കെട്ടിപ്പിടിക്കാൻ. അതാണ് കണ്ണിൽ കൂടെയാണ് കൂട്ടിമുട്ടിയ കണ്ണുകയിലുണ്ട് കൂട്ട് നിൻ്റെ ചൂട്. അത് നമുക്ക് പറഞ്ഞു തരും. എനിക്ക് വേണ്ടത് ഇതാണെന്ന് പറഞ്ഞു തരും.
എനിക്ക് തോന്നുന്നു എനിക്കത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നത്. ഒരു പക്ഷേ അത് ഈ പറഞ്ഞ പോലെ ഒരു പിന്നെ മാനസികമായൊരു ഐക്യത്തിൻ്റെ ഒരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാൽ ജോസിന് മഴക്കാലം ഇഷ്ടമാണ്, പക്ഷേ മഴ പെയ്യുമ്പോൾ ഉള്ളിലൊരു ദുഃഖമുണ്ട്. ഞാനും അതേ പ്രകൃതിക്കാരനാണ്. മഴ ഇഷ്ടമാണ് നമുക്ക്, പക്ഷേ മഴ പെയ്യുമ്പോൾ ആരോ കരയുന്നു ഇവിടെ ഇരുന്ന് എന്നൊരു ഫീൽ നമുക്ക്. അത് ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ അങ്ങനെ ചിന്തിക്കുന്നുള്ളത്. ആ ചിന്താഗതിയുടെ ഒരു ഐക്യമായിരിക്കാം ഇങ്ങേർക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് നന്നായി വരുന്നത്. എല്ലാവരും അമരലിലേക്ക് മാറുകയാണല്ലോ. ഞാൻ എന്നുള്ളൊരു തലത്തിലേക്ക് കാര്യങ്ങൾ വന്നു. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെ കുട്ടികൾ കണ്ടിട്ടില്ലേ, പിള്ളേരെ ചിരിക്കത്തില്ല. ഇപ്പോൾ എല്ലാവരും ഭയങ്കര ഗൗരവക്കാരാണ്, കണ്ണാടിയൊക്കെ വെച്ചിട്ട് താഴോട്ട് നോക്കി അവൻ പഠിക്കുന്ന പുസ്തകം മാത്രം വായിച്ച് നടക്കുന്നത്. മറ്റേതല്ലേ, ഇപ്പോൾ അച്ഛൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഒരു സിനിമാ കമ്പനിക്ക് വേണ്ടി 22 പിന്നെ സിനിമയാണ് വയലാർ ദേവരാജൻ ചെയ്തത്. ഞാൻ കമ്പനിയുടെ പേര് പറയുന്നില്ല. അതിൽ 2 സിനിമയ്ക്കാണ് കാശ് കൊടുത്തിരിക്കുന്നത്, ബാക്കി 20 എണ്ണത്തിനും പൈസ കൊടുത്തിട്ടില്ല. പക്ഷേ അവരത് ആഗ്രഹിക്കുന്നില്ല. അവർ കലയും ആയി ബന്ധവും അത് ആ തലമുറ എങ്ങനെയായിരുന്നു, ഇതിനു വേണ്ടി നടക്കുന്നവർ എന്നൊക്കെ പറയില്ലേ, അതുകൊണ്ടാണ് അത് ഇതിനുള്ള പ്രത്യേകത വരുന്നത്. ഇതിപ്പോൾ നമ്മൾക്ക് ഇതല്ലേ, നമ്മൾ വരുന്നു, ഇറങ്ങുന്നു, സിറ്റുവേഷൻ കേൾക്കുന്നു, എഴുതും, കാശും പിടിച്ച് വീട്ടിൽ പോകുന്നു. ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു ചിന്തയില്ല. ഇപ്പോൾ 2 പേര് വന്നാൽ തന്നെ അവർ തമ്മിൽ എങ്ങനെയാണ് അസൂയ, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അത് കുറേയൊക്കെ ഈ സ്നേഹമില്ലായ്മ എന്നൊരവസ്ഥയുണ്ടല്ലോ, അത് വലിയൊരു ഘടകം തന്നെ. അതുകൊണ്ടാണ് ഈ കൂട്ടുകെട്ടുകൾ ഉണ്ടാകാത്തത്. ഇപ്പോൾ സംഗീതം ചെയ്യുമ്പോഴും എഴുതുമ്പോഴും അതിനകത്ത് ഏതാ മേന്മ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുന്നുണ്ട്. സംഗീതമാണെന്ന്, അത് സംഗീതം കൊണ്ട് നന്നായെന്ന് സംഗീത സംവിധാനം പറയും, രചന കൊണ്ട് വന്ന് അങ്ങനെ പറയരുത്. ഇതെല്ലാം ഒന്നാണല്ലോ. അപ്പം ഞാൻ പഠിച്ചിരിക്കുന്ന അക്ഷരം എന്ന് പറയുന്നത് അന്നമാണ്. കാര്യം ജീവിതത്തിൽ സൃഷ്ടികളിൽ മനുഷ്യൻ മാത്രമേ സംസാരിക്കുകയുള്ളൂ, മനുഷ്യൻ മാത്രമേ അക്ഷരത്തിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അത് നമ്മൾ വേണ്ടാന്ന് വയ്ക്കുക എന്ന് പറഞ്ഞാൽ അന്നം വേണ്ടാന്ന് പറയുന്നതിന് തുല്യ. ആ അന്നം വേവിക്കുന്നവനാ സംഗീത സംവിധായകൻ, അത് വിളമ്പുന്നവനാണ് ഗായകൻ. ഇത് 3 പേർക്കും ഒരേ പദവിയേ ഉള്ളതിനകത്ത് ഓരോന്നായിട്ട് ചെയ്യണം. അത് എല്ലാവരും അവിടെ നിന്ന് അതിനകത്ത് ഇത് വരും, ഞാൻ പാടിയതുകൊണ്ടാണ് നന്നായിരിക്കുന്നത് എന്നൊക്കെ പറയുന്നൊരു തലത്തിലേക്ക് പോകുന്നതിൻ്റെ ഒരു അവസ്ഥ. അതാകുമ്പോൾ കൂട്ടായ്മ ഇല്ലാണ്ട്. ഇപ്പം ഞാൻ തന്നെ പടം ചെയ്തിട്ട് 2 പടം ഈയിടെ ചെയ്തു. സംഗീത സംവിധാനം ഞാൻ കണ്ടിട്ടില്ല, അറിയോ. പാട്ട് മെയിലെയും ട്യൂൺ മെയിലെയും പാട്ട് അങ്ങോട്ട് മെയിലെയും കറക്ഷനിലൂടെ ഫോണും കൂടെ പറയും, തീർന്നു. ഈ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് കിടക്കാണ്ട് കുഞ്ഞുണ്ടാകുമെന്ന് പറയില്ലേ, അങ്ങനത്തെ പാട്ട് ജനിക്കുന്ന എങ്ങനെ ഇരിക്കുന്നത്, അതേ അവസ്ഥയാണ് ഇപ്പോൾ. ശരിക്കും അങ്ങനെ ആയിട്ടുണ്ട്. ടെക്നോളജിയുടെ പിന്നെ ഒരു വശം നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിക്കണം, പക്ഷേ അതിലൂടെ ഈ മനുഷ്യത്വം നശിക്കരുത്, അത് മാത്രമേ.